സമരം ചെയ്യുന്നവരും ഭരണം നടത്തുന്നവരും ഒത്തുതീർപ്പുണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? അപ്പോഴാണ് കണ്ടു നിൽക്കുന്ന പൊതുജനം ശരിക്കും കഴുതിയായി പോകുന്നത്. തലസ്ഥാന നഗരത്തെ മാത്രമല്ല കേരളത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയതാണ് ഒരിക്കൽ സോളാർ സമരം. അത് ഒത്തുതീർന്നത് മുദ്രാവാക്യം വിളിച്ച് സമരത്തിന് വന്നവർ അറിയാതെ നടത്തിയ അണ്ടർഗ്രൗണ്ട് നീക്കത്തിലൂടെയാണെന്ന് ഇപ്പോൾ ഏതാണ്ട് പുറത്തു വരുന്ന വിവരം നമ്മോട് വിളിച്ചു പറയുന്നു. സമരത്തിന് വന്നവർ മാത്രമല്ല, ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കൾ പോലും ഈ ഒത്തുതീർപ്പിൻ്റെ കാര്യം അറിഞ്ഞില്ലെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചില വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത്. 2013 ജൂൺ 3 സരിത എസ് നായർ എന്നൊരു സ്ത്രീയുടെ അറസ്റ്റിൽ തുടങ്ങിയ പൊല്ലാപ്പ് അതിങ്ങനെ വർഷം 11 കഴിഞ്ഞിട്ടും കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന വിവാദമായി മാറുന്നത് എന്തുകൊണ്ടായിരിക്കും? പലതുണ്ട് കാരണങ്ങൾ. കഷ്ടിച്ചൊരംഗത്തിന്റെ മാത്രം അധിക ബലത്തിൽ നിൽക്കുന്ന ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഇതിനേക്കാൾ നല്ല അവസരമില്ലെന്ന് അന്നത്തെ പ്രതിപക്ഷത്തിന് തോന്നിയിരുന്നു. ടീം സോളാറും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിലുള്ള ബന്ധം അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആരോപണങ്ങളിലൊന്നിന് വഴിമരുന്നിട്ടു. പിന്നീട് നിയമസഭയ്ക്കകത്തും തെരുവിലും സോളാർ ആളിപ്പടർന്നു. ആദ്യം സെക്രട്ടേറിയറ്റിനു മുന്നിലെ CPIM-ന്റെ രാപ്പകൽ സമരം, പിന്നീട് ക്ലിഫ് ഹൗസ് റോഡ് ഉപരോധം. അങ്ങനെ 2013 ഓഗസ്റ്റ് മാസം 12 ആ സമര ദിനമെത്തി. മുഖ്യമന്ത്രി രാജിവെക്കും വരെ അനിശ്ചിതകാലം സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാൻ ഇടതുമുന്നണി തീരുമാനിച്ചു. കാസർഗോഡ് മുതൽ പാറശാല വരെ പാർട്ടി കേഡറുകൾ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തി. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവുമധികം ആളുകൾ പങ്കെടുത്ത സമരമെന്ന് ഒരുപക്ഷെ വിശേഷിപ്പിക്കാവുന്ന ഒന്ന്. ഇടതുമുന്നണി അതിന്റെ സംഘടനാ ശക്തി മുഴുവൻ സമരത്തിനായി മാറ്റിവെച്ചപ്പോൾ തലസ്ഥാനം നിറഞ്ഞു. സെക്രട്ടേറിയറ്റിനു മുന്നിലെ 3 ഗേറ്റുകളും അണികൾ വളഞ്ഞു. പോലീസ് ബന്ദോബസ്ത് മൂലം കന്റോൺമെന്റ് ഗേറ്റിലേക്ക് മാത്രം പ്രവർത്തകർക്ക് എത്താനായില്ല. സമരത്തെ നേരിടാൻ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന കാര്യം പോലും സർക്കാർ ഒരു വേള ആലോചിച്ചു. കേന്ദ്രത്തിൽ നിന്ന് വിവിധ സേനകളും സംസ്ഥാന പോലീസും സെക്രട്ടേറിയറ്റിലും പരിസരത്തും കേന്ദ്രീകരിച്ചു. സമരക്കാർ തമ്പടിക്കാൻ സാധ്യതയുള്ള യൂണിവേഴ്സിറ്റി കോളേജ്, സംസ്കൃത കോളേജ് എന്നിവ കേന്ദ്രസേനയുടെ ക്യാമ്പുകളാക്കി ഉത്തരവിറക്കി. സ്കൂളുകൾക്കും കോളേജുകൾക്കും 2 ദിവസം അവധി പ്രഖ്യാപിച്ചു. മദ്യനിരോധനം വരെ ഏർപ്പെടുത്തി. സമരക്കാർ ഉണർന്നു വരും മുമ്പേ രാവിലെ 7 മണിയോടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിൽ പ്രവേശിച്ചു. 9 മണിയോടെ മന്ത്രിസഭായോഗം ചേർന്നു. കന്റോൺമെന്റ് ഗേറ്റിലൂടെ തന്നെ പുറത്തേക്കുമിറങ്ങി. ഇത് സമരക്കാർക്കും ക്ഷീണമായി. അങ്ങനെ 1.5 ദിവസം കൊണ്ട് സമരം തീർന്നു. മുഖ്യമന്ത്രിയുടെ രാജിയില്ലാതെ പിന്നോട്ടില്ല എന്ന ആവശ്യം വഴിയിൽ ഉപേക്ഷിച്ചു. അണികൾക്ക് മുറുമുറുപ്പുണ്ടായിരുന്നു, ചില നേതാക്കൾക്കും. ഉപരോധ സമരം ഒത്തുതീർപ്പിനില്ലെന്ന് പറഞ്ഞ് രാവിലെ 9 മണിക്ക് അണികളെ ആവേശത്തിലാക്കി. രാജിയല്ലാതെ മറ്റൊരു പരിഹാരവുമില്ലെന്നും അണികളെ തീപിടിപ്പിച്ചു. 10 മണി കഴിഞ്ഞപ്പോൾ ക്ലിഫ് ഹൗസിൽ UDF യോഗം ചേർന്നു. സെക്രട്ടേറിയറ്റിന് 2 ദിവസം അവധി നൽകാനുള്ള തീരുമാനം അറിയിച്ചു. സമരം പിൻവലിച്ചാൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തയ്യാറാണെന്ന് UDF അറിയിച്ചു. ഇതിനിടെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. പിന്നാലെ സമരം അവസാനിപ്പിച്ചതായി ഇടതുമുന്നണി നേതാക്കളുടെ അറിയിപ്പ്. പിറ്റേ ദിവസം ഓഗസ്റ്റ് 13 അണികൾ സമരാവേശത്തിൽ തന്നെയായിരുന്നു. പക്ഷേ നേതാക്കൾ ഒത്തുതീർപ്പിന് കോപ്പുകൂട്ടുകയായിരുന്നു. എന്തായിരുന്നു ആ ഒത്തുതീർപ്പ് ധാരണ? CPIM ആണ് സമരം അവസാനിപ്പിക്കാൻ മുൻകൈയെടുത്തതെന്ന വെളിപ്പെടുത്തലാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം നടത്തിയത്. സത്യത്തിൽ ഇടതുമുന്നണിയെ കുഴപ്പത്തിലാക്കിയത് പ്രതീക്ഷിച്ചതിൽ അധികമായി വന്ന പ്രവർത്തകരാണ്. അത്രയധികം സമരക്കാർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കാൻ നന്നേ പാടുപെട്ടു. ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്കയത്തിനെ വിളിച്ച് സമരം അവസാനിപ്പിക്കേണ്ടേ എന്ന് ചോദിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ. പിന്നീട് ജുഡീഷ്യൽ അന്വേഷണം വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്നും അറിയിച്ചു. നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടന്നെന്നും ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തുന്നു. ഞാൻ ചോദിച്ചത് ബ്രിട്ടാസിന്റെ അഭിപ്രായമാണോ അതോ മോളിൽ നിന്നുള്ള തീരുമാനമാണോ ചോദിച്ചത്. മോളിൽ നിന്നുള്ള തീരുമാനമാണോ എന്നോട് പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടി എന്നോട് അന്നേരം പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയെ ഒന്ന് വിളിച്ച് പറയാമോ, സംസാരിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് കാര്യം പറഞ്ഞു, ബ്രിട്ടാസ് ഇങ്ങനെ വിളിച്ചോന്ന് പറഞ്ഞു. പിന്നെ എന്താ നടന്നതിനെ കുറിച്ച് അന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പിന്നീട് അറിഞ്ഞത് ഇവര് വിളിച്ച് സംസാരിച്ചതും മറ്റു കാര്യങ്ങളും ഒക്കെ പിന്നെ തിരുവഞ്ചൂരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. ജോൺ മുണ്ടക്കയത്തിന്റെ ഭാവനയാണെന്നായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം. പക്ഷേ ചർച്ച നടന്നു. അതിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇങ്ങോട്ടാണ് വിളിച്ചത്. ജോൺ മുണ്ടക്കയുമായിട്ട് ഞാൻ ഈ സോളാർ വിഷയം ചർച്ച ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ ഭാഗം. യഥാർത്ഥത്തിൽ ജോണുമായിട്ട് അങ്ങനെ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത്.
എല്ലാത്തിനും ഇടനിലയായി ഉണ്ടായിരുന്നത് ചെറിയാൻ ഫിലിപ്പ് എന്ന വെളിപ്പെടുത്തലും ഇന്ന് വന്നു. സമരം അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദന്റെ വാശിയെന്നാണ് ചെറിയാൻ ഫിലിപ്പിന്റെ മറുപടി. ശ്രീ VS അച്യുതാനന്ദന്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് LDF യോഗം അങ്ങനൊരു അപ്രായോഗിക സമരം പ്രഖ്യാപിച്ചത്. രണ്ട് മുന്നണികളും ഒരു പ്രതിസന്ധി നേരിടുകയാണ്. അതായത് ആ സമരം നടന്നാൽ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി തലസ്ഥാന നഗരി ഒരു കുരുതിക്കളമായി മാറുകയും ചോര ചീന്തുകയും വെടിവയ്പ്പും ലാത്തിച്ചാർജുമൊക്കെ ചെന്നാൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥ വരുമെന്ന ആശങ്കയാണ് ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നോട് പ്രകടിപ്പിച്ചത്. ഇപ്പോൾ തർക്കം ഒരു കാര്യത്തിലേ ഉള്ളൂ. ഇത് അങ്ങോട്ട് വിളിച്ച കോളാണോ അതോ ഇങ്ങോട്ട് വിളിച്ച കോളാണോ എന്ന കാര്യത്തിൽ മാത്രം. ഏതായാലും സമരം നടത്തിയവർക്കും ഭരണം നടത്തിയവർക്കും കോളടിച്ച ഒത്തുതീർപ്പാണ് നടന്നത്. അക്കാര്യത്തിൽ മാത്രം തർക്കമില്ല. ഒന്നുറപ്പാണ്, ഇരു മുന്നണികളും തമ്മിൽ ഒത്തുതീർപ്പ് ധാരണയുണ്ടായിട്ടുണ്ട്. അതിനാര് മുൻകൈയെടുത്തു എന്നുള്ളതിൽ മാത്രമാണ് തർക്കം. അണികളെ ഇനി എന്തു പറഞ്ഞ് ബോധ്യപ്പെടുത്തും? നേതാക്കൾ എന്തെങ്കിലും പറയുമായിരിക്കും, അണികൾ അത് വിശ്വസിക്കുകയും ചെയ്യും. പാർട്ടി പറയുമ്പോൾ വീണ്ടും സമരത്തിനിറങ്ങും. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. സമകാലിക മലയാളത്തിൽ ജോൺ മുണ്ടക്കയം എഴുതിയ ലേഖനമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ആയിരിക്കുന്നത്. പൊതുവെ ഈ ആരെങ്കിലും മൊബൈൽ ഫോണിൽ വിളിച്ചാൽ അവരുടെ വിളി റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മൾ സ്വകാര്യതയെ ബഹുമാനിക്കണം. ഒരാളിൻ്റെ വിളി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ അയാളുടെ അനുമതിയോടെ മാത്രമേ ചെയ്യാവൂ എന്നാണ്. ഇപ്പോൾ ജോൺ ബിട്ടാസ് പറയുന്നു ജോൺ മുണ്ടക്കയുമായി ഈ കാര്യം സംസാരിച്ചിട്ടില്ല എന്ന്. ജോൺ മുണ്ടക്കയത്തിന് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ സിംഗപ്പൂരിലാണ്. അദ്ദേഹം ഇപ്പോൾ അവിടെ ഇരുന്ന് ആലോചിക്കുന്നുണ്ടാവും അന്ന് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതായിരുന്നു എന്ന്. എന്തായാലും ആരാദ്യം വിളിച്ചു എന്നത് മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്ന സംശയമുള്ളൂ. ഒരു ലോഹ്യമായിട്ട് തീർത്ത സോളാർ സമരം എന്തിനായിരുന്നു എന്ന് ഗവേഷണ വിദ്യാർത്ഥികളോട് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ മറുപടി പറയണം. കാര്യം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇത്ര വലിയ ആൾക്കൂട്ടമുണ്ടാക്കിയ ഈ സോളാർ സമരം കുറച്ചൊന്നുമല്ല സാധാരണക്കാരൻ്റെ സ്വൈരജീവിതം കെടുത്തിയത്.